a storm to settle. As I look toward the sea, lost in your eyes like the water. As the tide it consumes me, you would never save me if my walls came down. Head is underwater, you would let me drown. Watching as I suffocate. Darling, pull the trigger, honey, steal my crown. Choke me till I black out, put your hands around. Cut out my heart, I'm guilty. She said, worship me, worship me. I control the air you breathe. Worship me, worship me. My forgiveness sets you free. Worship me, worship me. I control the air you breathe. Worship me, worship me. My forgiveness sets you free. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ടോണിയും ശക്തിയും താമസിക്കുന്ന ഫ്ലാറ്റാണിത്. നമ്മൾ അവരോടൊപ്പമാണ് ഇവിടെ 3-4 ദിവസം താമസിക്കുന്നത്. ഇവിടെ ഖത്തറിൽ വന്നിട്ട് ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര നടത്താൻ പോകുന്നത് ഇന്ത്യയാണ്. ഇതാണ് ഇവിടെ ഏറ്റവും വലിയ കിടക്കാച്ച എപ്പിസോഡായിരിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഖത്തറിലേതും. നമ്മൾ ഇന്ന് പോകുന്നത് സീ ലൈൻ ഡെസേർട്ട് ആൻഡ് ബീച്ചിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ലാൻഡ് ക്രൂസർ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. ഡിസേർട്ട് സഫാരിക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഒരു പോപ്പുലർ എപ്പിസോഡായിരിക്കും, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ഇവിടുന്ന് ഒരു 56 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മൾ സീ ലൈൻ ഡെസേർട്ട് ബീച്ചിലെത്താനായിട്ട്. 50 മിനിറ്റ്സാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അവിടെ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ പോകുന്നത് 160 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഖത്തറിലെ റോഡ്സ് എന്നുള്ളത് ഭയങ്കര സ്ട്രിക്റ്റാണ്, എസ്പെഷ്യലി റോഡിലെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ ക്യാമറകളെല്ലാം പവർഫുള്ളാണ്. നമുക്ക് ഒരു ക്യാമറ പോലും സ്കിപ്പ് ചെയ്ത് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല, അത് 100% ഷുവറാണ്. പക്ഷേ ഡ്രൈവേഴ്സ് സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട് എവിടെയൊക്കെ ക്യാമറ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ക്യാമറ എത്താറാകുമ്പോഴത്തേക്കും ഒരു സ്പീഡ് കുറച്ച ശേഷം ക്യാമറ പാസ് ചെയ്തതിന് ശേഷം വീണ്ടും കാല് കൊടുത്ത് പറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രൈവർ പാകിസ്ഥാനിയാണ്, പക്ഷേ ഖത്തർ സിറ്റിസനാണ്. നമ്മൾ ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ട്. വണ്ടികളുടെ തിരക്കുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഓ, ഡ്രൈവർ അതല്ല, രക്ഷയില്ല, ജെറ്റ് പോകുന്ന പോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ആക്ച്വലി ഇത്രയും സ്പീഡിൽ പോകുന്നതിന് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സമയത്തിൽ എത്തിക്കാനാണ്. കാര്യം ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് വന്നതാണ് പുള്ളി. നമ്മളവിടെ എത്താനായിട്ട് വൈകുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ മാറും. അപ്പോൾ പിന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ നമ്മൾ സീ ലൈൻ ഡെസേർട്ടിൻ്റെ അടുത്ത് തിരിക്കുകയാണ്. ആ ഡെസേർട്ടിലൂടെ 1-2 വണ്ടികളൊക്കെ പോകുന്ന നമുക്ക് ദൂരത്ത് കാണാൻ പറ്റും. മാത്രമല്ല ഈ പാർക്കിംഗ് ഏരിയയിൽ ഒത്തിരി ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സുന്ദരികളായിട്ട് അണിഞ്ഞൊരുക്കി നിൽക്കുകയാണ് എല്ലാവരും. കുറച്ച് ടെൻസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആകാം, കാപ്പി ചായ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. അതെല്ലാം കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇവിടുത്തെ മണ്ണൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. കാര്യം പഞ്ചസാര പോലെയുണ്ട്. 10 ഖത്തർ റിയാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടകത്തിൻ്റെ മേളിൽ കയറി ഫോട്ടോ എടുക്കാനും ഒട്ടകത്തിലൂടെ ചെറിയൊരു സവാരിയൊക്കെ നടത്താൻ പറ്റും. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറബിക് ട്രഡീഷണൽ കോസ്റ്റ്യൂംസും അവർ നമുക്ക് തരുന്നതായിരിക്കും. നമുക്ക് വേണ്ടി മറ്റൊരു വണ്ടിയും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആക്ച്വലി ഇവർ 2 വണ്ടിക്കാരും ഒരേ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. നമുക്കറിയാം ഡെസേർട്ടിൽ കയറുന്നതിന് മുന്നേ നമ്മുടെ വണ്ടിയുടെ കാറ്റ് കുറച്ച് അഴിച്ചു വിടാനുണ്ട്.
നമ്മളിവിടെ ടൈം ഒട്ടും പാഴാക്കുന്നില്ല. കിട്ടുന്ന സമയം മാക്സിമം നല്ല വീഡിയോസും ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാവ്, നല്ലൊരു കിട്ടില്ല സൺസെറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിവേ നമ്മളെല്ലാവരും വണ്ടിയിലോട്ട് കയറാൻ പറയുകയാണ് ഡ്രൈവർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് കയറാം. ആക്ച്വലി ഞാൻ ഫ്രണ്ടിലല്ല, മിഡിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മരുഭൂമിയിലുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ സ്വർഗത്തെത്തൂ, നരകത്തെത്തൂ, അല്ലാതെ ജീവനോട് തിരിച്ചെത്തൂ, ഒന്നും പ്രവചിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വള്ളി എനിക്ക് യൂട്യൂബ് ജീവൻ പോയിരിക്കും. ഒരു സെക്കൻഡ് ആരും വെച്ചിട്ടുണ്ടാക്കല്ലേ. ശരിക്കും ഒരു നഗ്ന സത്യം പറയാനുണ്ട്. നമ്മൾ ഇതിനകത്തിരുന്നെടുക്കുമ്പോഴത്തേക്കും ഈ വീഡിയോയിൽ ശരിക്കും നമ്മളുടെ ആ ഫീല് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഫീല് കിട്ടില്ല. പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ മാത്രം അറിയാൻ പറ്റുമോ നമ്മൾ എത്രമാത്രം വണ്ടി കുരുങ്ങി പോകുന്നുള്ളത്. അങ്ങനെ നമ്മുടെ വണ്ടികൾ നിരനിരതായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും വണ്ടികളുണ്ട്, ബാക്കിലും വണ്ടികളുണ്ട്. ഒരു 90% വണ്ടികളും ലാൻഡ് ക്രൂസറാണ്, വൈറ്റ് കളറ്. മരുഭൂമിയിൽ കൂടെയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വണ്ടികളും വലത്തോട്ടും ഇടത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി സ്ട്രെയിറ്റ് നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ഈ ക്യാമറ മനഃപൂർവ്വം ഷേക്കാക്കുന്നതല്ല, ഓട്ടോമാറ്റിക് ഷേക്കായി പോകുന്നതാണ്. അത്രത്തോളം നമ്മൾ കുടുക്കം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പാവം നമ്മുടെ രൂപേഷ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ വണ്ടികളെ അണ്ണാനപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വേണ്ടി അവിടെ വണ്ടി നിർത്തി തന്നിരിക്കുകയാണ്. കാര്യം മുകളിൽ നിന്ന് പൊക്കത്തു നിന്നും വണ്ടികൾ താഴോട്ട് വരുന്ന വീഡിയോസൊക്കെ എടുക്കാനായിട്ടാണ് നമുക്ക് വണ്ടി നിർത്തി തന്നിരിക്കുന്നത്. ശരിക്കും നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വീഡിയോ എടുക്കുന്നത് വണ്ടിക്കകത്തുനിന്നായതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ കിട്ടില്ല. പുറത്തുനിന്ന് എടുക്കുമ്പോഴത്തേക്കായിരിക്കും അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനെയൊക്കെയാണ് വണ്ടി പോകുന്നത്. ഈ ഡ്രൈവേഴ്സിൻ്റെ ധൈര്യം നമ്മൾ സമ്മതിച്ചെടുത്തേ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാൾ ധൈര്യം വണ്ടിക്കകത്ത് ഇരിക്കുന്നവർക്കാണ്. കാര്യം നാളെ മണ്ണിൽ കൂടെയാണ് പോകുന്നത്. ചെറുതായിട്ട് സ്കിഡ് ആവുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ കരണം മറിഞ്ഞ് കൺട്രോൾ മൊത്തം പോയി എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കും. ഇവിടെ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നാണ് ഡ്രൈവർ പറയുന്നത്. ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കുള്ള സമയം ആയില്ല എന്ന് വിചാരിക്കുന്നു. വിജീഷ് ബ്രോ ഫ്രണ്ടിലിരുന്ന് തകർത്ത വീഡിയോ പിടിക്കലാണ്. ആക്ച്വലി വീഡിയോ എടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെന്നാണുള്ളത്. വിജീഷ് ബ്രോയും ഞാനും ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഫോണ് അത്രമേൽ ഗാഢമായി പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ. കാര്യം വണ്ടി അങ്ങോട്ടേക്കോട്ട് ആടി വലയുകയാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണൊക്കെ തെറിച്ചു പോകും.
ഇത്ര ദൂരത്ത് ഇത്രയും ടൈം എടുത്ത് കൊണ്ടുപോകുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡെസേർട്ടിൽ കൂടെയുള്ള ഈ സഫാരി. പക്ഷേ പല പ്രാവശ്യം ദുബായി പോയപ്പോഴത്തേക്കും എന്താ പറയുക, ചെറിയ ഒരു ടൈമിങ്ങിൻ്റെ വ്യത്യാസത്തിൽ പറ്റാണ്ട് പോയതാണ്. എനിവേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയും ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും ഈ വണ്ടികൾ നിരനിരയായിട്ട് പോകുന്നത് നന്നായി. കാരണം നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ വീഡിയോ അറ്റ്ലീസ്റ്റ് എടുക്കുകയാണെന്നെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നുള്ളതെന്നുള്ള കാര്യങ്ങൾ ഒരു ഐഡിയ നമുക്ക് ഈ വീഡിയോ വഴി കാണിക്കാൻ പറ്റും. അത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വെച്ച് ആയി പോവുകയാണെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാരൊക്കെ വരുമായിരിക്കാം. എനിവേ എന്നിരുന്നാലും അത്രയും നമുക്ക് ഡിലേ ആകാണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനായിട്ടൊക്കെ ഇത് ഒരുമിച്ച് പോകുന്നത് ഭയങ്കര സഹായമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ തൊട്ട് മുന്നിലുള്ള വണ്ടിയുടെ ഡ്രൈവർ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്നാണ്. കാര്യം പുള്ളി വണ്ടി ഓടിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്നവർക്കറിയാം. എന്നിട്ട് കാല് ബോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെട്ടിച്ച് കൊണ്ടുപോകത്തില്ലേ, അതുപോലെയാണ് വണ്ടി. പുള്ളി ബോൾ വെട്ടിക്കുന്ന പോലെയാണ് ആ വണ്ടി വെട്ടിച്ച് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇത്ര സ്പീഡിൽ പുള്ളിക്കാരന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പുള്ളിയുടെ കൺട്രോൾ തന്നെയാണ്. ഈ സീലൻ ഡെസേർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് താഴെ കാണുന്ന സീലൻ ബീച്ചാണ്. അതായത് മരുഭൂമിയും ഈ ബീച്ചും ചേർന്ന് നടക്കുന്ന സ്ഥലമല്ലേ. ശരിക്കും ഞാൻ ഇത്ര പെർഫെക്റ്റായിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. പക്ഷെ എൻ്റെ പൊന്നെ, ഇതൊരു ടാസ്ക്കാണ്. ആക്ച്വലി നമ്മൾ ഈ മരുഭൂമിയുടെ പൊക്കത്ത് നിന്ന് താഴോട്ട് പോവുകയാണ്. അതായത് ഈ ബീച്ചിൻ്റെ കരയിൽ കൂടെ പോകാനായിരിക്കും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് ബീച്ചിലോട്ട് ഇറങ്ങി പോകുന്നൊരു ഫീലാണ്. എങ്ങാനും പുള്ളിക്ക് ബ്രേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോവുക കടലിനകത്തായിരിക്കും. ഇതൊരു കുത്തനെയുള്ള ഇറക്കമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് അത് അറിയാൻ പറ്റില്ല ഈ വീഡിയോയിൽ. അങ്ങനെ നമ്മൾ മരുഭൂമിക്കും കടലിനും ഇടയിലൂടെ വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ട് മുന്നിലത്തെ ഡ്രൈവർ പുള്ളിക്കാരൻ ആൾ നിസ്സാരക്കാരനല്ല. പുള്ളിക്കാരൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്ന ഈ വണ്ടിയിൽ. ഒരു രക്ഷയില്ല. ഇത് കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് 100 ഖത്തർ റിയാലെന്നൊക്കെ പറയുന്നത് ശരിക്കും വലിയ എമൗണ്ട് അല്ല, വർത്ത് തന്നെയാണ്. കാര്യം അത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് ഡ്യൂറേഷൻ, ട്രാവലിംഗ് ഡ്യൂറേഷൻ. പക്ഷേ ഇത് നമുക്കിപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ വന്ന സമയം അത്രയ്ക്കും ഇനി തിരിച്ചു പോകാനും ഉണ്ട്. മാത്രമല്ല, നമുക്കൊരു മെയിൻ സ്പോട്ടിൽ ചെന്നിട്ട് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ, എന്തായാലും 2-2.5 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. മെസീദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സീലൻ ഡെസേർട്ടും ബീച്ചൊക്കെ ഉള്ളത്. ഇവിടെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഖത്തറിൽ വരുന്നവർ ഈ ഡെസേർട്ട് സഫാരിക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടൽസിലൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും. കാര്യം ഓൾറെഡി ഇവിടുത്തെ ഒട്ടുമിക്ക ഹോട്ടലുമായിട്ടൊക്കെ ഇവരായിട്ട് ടൈപ്പുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി ഒരു രക്ഷയില്ല, നമ്മൾ തകർപ്പൻ പടങ്ങളും തകർപ്പൻ വീഡിയോകളും എടുത്ത് ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഡെസേർട്ട് അങ്ങ് അടിച്ച് പൊളിച്ച് ആർമാദിക്കാൻ പോവുകയാണ്. മിഥുനാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും ലോകത്തിറങ്ങാത്ത പോസൊക്കെ ഇറക്കിയിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. ആരെ കാണിക്കുകയാണെന്ന് അറിയില്ല. എന്തായാലും ഒരു കിഡിലൻ സൺസെറ്റ് വ്യൂ ആണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല. നമ്മൾ വന്ന ടൈമിങ് അതും കറക്റ്റ് ടൈമിനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വെച്ച് മറ്റൊരു ഡ്രൈവറെ പരിചയപ്പെട്ടപ്പോൾ ഞാനൊരു യൂട്യൂബറാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കോംപ്ലിമെൻ്ററി ഡ്രൈവിനൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയുടെ വണ്ടി കയറുകയാണ്. ആ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് രൂപേഷ് ബ്രോയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലിരുന്ന് ഒരു ഡെസേർട്ട് ഡ്രൈവ് മാക്സിമം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തുള്ള ഡ്രൈവ് നമുക്ക് പോയി നോക്കാം. ഈ ഡ്രൈവറും പാകിസ്ഥാനിയാണ്, മുഹമ്മദ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരനും ഖത്തർ സിറ്റിസനാണ്, നമ്മുടെ വന്ന ഡ്രൈവർ പോലെ. സത്യം പറയട്ടെ, ഫ്രണ്ടിൽ ഇരിക്കുന്നതൊരു മാരക വൈബാട്ടോ. നമ്മുടെ ഡ്രൈവർ മുഹമ്മദ് ഭായ് പറയാണ്, ആക്ച്വലി നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം
ലിങ്ക് പുള്ളിക്കാരൻ്റെ വാട്സപ്പിൽ അയച്ചു കൊടുക്കണം. വാട്സപ്പ് നമ്പറൊക്കെ തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയണം. പുള്ളിക്കാരൻ്റെ ഫേസ് കൂടുതൽ കാണിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരന് ഈ വീഡിയോയുടെ ലിങ്ക് മറ്റ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക എന്നാണ് പറയണത്. പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ പുള്ളിക്കാരൻ്റെ മുഖം കുറച്ച് കൂടുതൽ സമയം തന്നെ കാണിക്കും. നിങ്ങൾ കണ്ടോളൂ, ഇതാണ് മുഹമ്മദ് ബായ്. എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മുഹമ്മദ് ബായുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഖത്തറിൽ വന്നിട്ട് ആർക്കെങ്കിലും ഡെസേർട്ട് സഫാരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരനെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനൽ പേര് പറയുകയാണെങ്കിലോ എൻ്റെ പേര് പറയുകയാണെങ്കിലോ പ്രത്യേക ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്.